ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കിടിലൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, നല്ല സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാം, ഇഡ്ഡലിയുടെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാവുന്ന ഒരു നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അതുമാത്രമല്ല നമ്മൾ തേങ്ങയൊന്നും അരക്കണ്ട, സിമ്പിളായിട്ട് ഉണ്ടാക്കാം. പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ പോലും കുറച്ചധികം നാൾ കേടുകൂടാണ്ട് ഇരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. അപ്പം നമുക്കിതിന് വേണ്ടി 2 വഴുതനങ്ങ പൊട്ടിച്ചെടുക്കാം. ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ട്, വഴുതനങ്ങ കൃഷിയുണ്ട്. അപ്പോൾ നമുക്ക് പാകത്തിനുള്ള 2 നോക്കി പറിച്ചെടുക്കാം. നമുക്ക് വഴുതനങ്ങ കൃഷിയുടെ ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ 2 വഴുതനങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇതുപോലെ നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നിളക്കി നമുക്ക് ഈ വഴുതനങ്ങ കഷ്ണങ്ങൾ അതിലിട്ട് വയ്ക്കാം. അപ്പോൾ അതിൻ്റെ കറയൊക്കെ പോകാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരം ഇട്ട് വെച്ചാൽ മതി. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ മഞ്ഞളുടെ വെള്ളത്തിൽ നിന്നും വഴുതനങ്ങ എടുത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് എടുത്ത് മാറ്റിയിട്ട് നമുക്കൊരു 1-2 തവണയും കൂടി നല്ല വെള്ളത്തിലൊന്നും കൂടി കഴുകിയിട്ട് വെള്ളം ഒട്ടും ഇല്ലാണ്ട് പിഴിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ വഴുതനങ്ങ അങ്ങനെ കഴുകി പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 4-5 പച്ചമുളക് നെടുകെ കീറിയെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു ചെറിയ കഷ്ണം വാളംപുളി എടുത്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് പിഴിഞ്ഞ് ഒഴിക്കേണ്ടതുണ്ട് കറിയിലേക്ക്. ഇനി നമ്മൾ സ്റ്റൗവിലൊരു പാൻ വെച്ച് പാൻ ചൂടാകുമ്പോഴേക്കും ആവശ്യത്തിന് വെളിച്ചെണ്ണ, അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചുവന്നുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുവാണ്. എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഇനി നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഇത്ര ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വഴുതനങ്ങയും പച്ചമുളകും കറിവേപ്പിലൊക്കെ നമ്മുടെ ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വാടി വരണം. ഇപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരല്പം കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വാട്ടിയെടുക്കണം. ഇപ്പോൾ വഴുതനങ്ങയും ഉള്ളിയൊക്കെ വെളിച്ചെണ്ണയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വാടിയിട്ട് അതിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ വഴുതനങ്ങയും ഉള്ളിയൊക്കെ ഒന്ന് ചുരുങ്ങി വരും. ഇതുപോലെ വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരല്പം തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വാളംപുളിയുടെ ആ പിഴിഞ്ഞ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ തിളച്ച് വരട്ടെ. ഇപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതാ ഇപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കും തോറും കുറച്ചും കൂടി ഒന്ന് കുറുകിക്കോളും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാൻ വെച്ചു. പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് വറ്റൽമുളക് ഇട്ടിട്ട് തീ ഓഫ് ചെയ്യാം.
ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ചതച്ച മുളകും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ കറിക്കൊരു പ്രത്യേക കളറും പ്രത്യേക ഒരു മണമൊക്കെ ഉണ്ടാവും കേട്ടോ. എന്തായാലും ഇങ്ങനെ ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് കറിയിലേക്ക് ഈ കടുക് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് ഇരിക്കുന്നതോറും നല്ല ടേസ്റ്റൊക്കെ വയ്ക്കും. അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.